ഞാനിത് മറ്റേ കൃഷ്ണൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ വേർട്ടിക്കലായിട്ടായിരുന്നു എനിക്ക് പ്രിൻറ്റ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ പ്രിൻറ്റ് കിട്ടിയതപ്പം അത് ട്രേസ് ചെയ്യാൻ നോക്കിയിട്ട് ട്രേസ് ചെയ്തൊന്നും തെളിഞ്ഞില്ല. പിന്നെ അത് ജസ്റ്റ് ഒരു മാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ബാക്കി ഭാഗമൊക്കെ ഞാൻ ഓൾറെഡി വരയ്ക്കുകയാണ് ചെയ്തത്. അപ്പം ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് യെല്ലോയിൽ വരച്ചത്. ഡ്രോയിങ് ആയതുകൊണ്ട് ചിലപ്പോൾ കറക്ഷൻസ് വരുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ട് ലൈറ്റായിട്ട് യെല്ലോ ആയിട്ട് വരച്ചത് കേട്ടോ. ക്രോമെല്ലോ ആയിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ചെയ്തിരുന്നതിൻ്റെ ബാക്കി സ്റ്റെപ്സാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മളിന്നലെ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫില്ല് ചെയ്തായിരുന്നു, ആരെങ്കിലും ചെയ്തായിരുന്നു? അതൊരു ആരും എത്തിയില്ലെന്ന് തോന്നുന്നു. ടീച്ചറൊന്നും ആരും ചെയ്തു. ഇതിലെ കാണിക്കുന്നതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നമുക്കതൊന്ന് ഫില്ല് ചെയ്യാണ്. ഒരു ജസ്റ്റ് 2 മിനിറ്റ്. ഇപ്പൊ കാണിക്കുന്നല്ലേ ചെയ്യുന്നേ? അതെ അതെ, അതിൻ്റെ ഒറിജിനൽ പിക്ചർ ഇതാണ് കേട്ടോ. ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാണ് വരച്ചത് കേട്ടോ. ഇതാണ് ജസ്റ്റ് ചാർട്ടിലങ്ങ് വരയ്ക്കുകയായിരുന്നു. ആദ്യം ഇങ്ങനെ ഒരു കൃഷ്ണനെ വരച്ചത്. അപ്പോൾ എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ കാണിക്കുന്നത് തന്നെയാണ്. അല്ല, നമ്മളിപ്പോൾ കൃഷ്ണനാണ് ചെയ്യുന്നത് കേട്ടോ. കൃഷ്ണൻ്റെയാണ് ചെയ്യുന്നത്. എല്ലാം ഇത്തിരി യെല്ലോ സ്റ്റെപ്സ് ആക്കിയിട്ട് നമുക്ക് കണിക്കുന്നതിലോട്ട് പോകാം കേട്ടോ. കണിക്കുന്നതിൽ നമുക്ക് ഇതിനകത്തുള്ള കണിക്കുന്നതാണ് ഞാൻ ചോദിച്ചത്. ഇതിലത്തൊക്കെ കണിക്കുന്ന ആരെങ്കിലും ചെയ്തായിരുന്നോ? ഇല്ല, ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ കാണിക്കുന്നതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഫില്ലിംഗ് ആണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഔട്ട്ലൈനിങ് ഞാൻ ഇതിനകത്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ടില്ല, എന്നാലും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള ഫില്ലിങ്ങിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 1-ൻ്റെയോ ഞാൻ പറഞ്ഞല്ലോ 2-ൻ്റെയോ ഒക്കെ ബ്രഷ്, അല്ല 1-ൻ്റെയോ 0-യുടെയൊക്കെ ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ വലുതാണെങ്കിലും നമ്മൾ കൂടുതലും 1 or 0 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 2 ഡ്രോപ്പ് ലെമണല്ലയും 1 ഡ്രോപ്പ് ക്രോമല്ലയും കൂടെ മിക്സ് ചെയ്ത കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ കാണിക്കുന്നതിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ കേട്ടോ. തലമുടിയിൽ വരുന്നുണ്ട്, അല്ലാതെ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ഫ്ലവേഴ്സുകളിലൊക്കെ വരുന്ന യെല്ലോയാണ് കേട്ടോ. നമുക്കിന്ന് ആദ്യം ഒന്ന് യെല്ലോ ഫിനിഷ് ചെയ്തിട്ട് ബ്രഷ് കുറച്ചൊന്ന് വെള്ളത്തിൽ മുക്കിയപ്പം വെള്ളം കൂടിപ്പോയി കേട്ടോ. അത് ശ്രദ്ധിക്കണം. 2 കൂടെ സ്പ്രെഡ് ആവുന്നുണ്ട്. നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ചൂട് ബ്രഷ് ഞാൻ ഇളക്കിയിട്ടെടുത്തപ്പം പറഞ്ഞോളൂ. ഒരിക്കൽ റീയൂസ് ചെയ്ത കാർബൺ പേപ്പർ ഇനിയും യൂസ് ചെയ്യാമോ മാം? ചിലപ്പം തെളിയാൻ പാടാണ് കേട്ടോ. ഈ കാർബൺസിൽ നമ്മൾ വരച്ച ഭാഗങ്ങളിലൊട്ടും വീഴത്തില്ല. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട നല്ല പിക്ചേഴ്സ് മ്യൂറലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ റീയൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫാബ്രിക് പെയിൻറ്റിങ് യൂസ് ചെയ്യുന്ന ഡിസൈൻസൊക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. തെളിയാൻ പാടാണ് കേട്ടോ. കൃഷ്ണൻ നല്ല ഭംഗിയുണ്ട്. ഫേസ് നമ്മളിത് റിയലിസ്റ്റിക് പിക്ചർ നോക്കിയിട്ട് പിന്നെ ഞാനതൊരു മിറർ ശൈലിയിലോട്ട് ആക്കിയെന്നേ ഉള്ളേ. നന്നായിട്ടുണ്ട്. നമ്മൾ സാധാരണ മ്യൂറൽ പണ്ട് കാലങ്ങളിൽ വരയ്ക്കുന്നത് ഭയങ്കര ഇങ്ങനെ വണ്ണിച്ചുള്ള ചുണ്ട് അങ്ങനെ ഒരു പ്രത്യേക രീതിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ പക്ഷേ ചിത്രങ്ങളെല്ലാം ഭയങ്കര സൗന്ദര്യമുള്ള ചിത്രങ്ങളല്ലേ. ചുവർ ചിത്രങ്ങളായാലും റിയലിസ്റ്റിക് പിക്ചറായാലും ഒക്കെ ഭയങ്കര ഭംഗിയുള്ളതല്ലേ. അപ്പോൾ ഞാൻ ആദ്യവും വരച്ചപ്പോൾ എനിക്ക് എൻ്റെ ഫേസ് കണ്ട് ഇതാണ് ആദ്യം വരച്ച ചിത്രം കണ്ടോ. അത് കുറച്ച് ഡിഫറെൻ്റാണ്. ഇതിൽ ഞാൻ കിരീടമൊക്കെ കൊടുത്തപ്പോൾ എനിക്കതൊരു ഭയങ്കര തല വലുതായിട്ടൊരു ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞാൻ പിന്നെ രണ്ടാമത് ഇതിലോട്ട് പോയത്. അങ്ങനെ അല്ല, കളർ ചെയ്ത് വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു ആശയമില്ലേ നമ്മളെ കയ്യിലൊക്കെ കണിക്കുന്ന വെച്ചിട്ട് നമ്മളധികം കാണാത്തൊരു ഇതല്ലേ. അപ്പോൾ ആ ഒരു യെല്ലോയും കൃഷ്ണനോൻ്റെ കളറൊക്കെ കൂടെ വരാൻ ഭയങ്കര രസമായിരിക്കും. ടീച്ചർ, ഇപ്പൊ നമ്മള് 3ാമത്തെ സ്റ്റെപ്പല്ലേ ചെയ്യണത്? ഇന്നലെ ഇല്ല, സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ അതിൽ ചെയ്ത കാര്യമാണല്ലോ ഈ പിക്ചറിലോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇന്നലെ സെക്കൻഡ് സ്റ്റെപ്പിന് ഫില്ലിംഗ് അല്ലേ ചെയ്യുന്നത്? യെല്ലോ ഫില്ലിംഗ് അല്ലേ ചെയ്യുന്നത്?
ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് നമ്മൾ കണിക്കുന്നതിൽ ഫില്ല് ചെയ്ത് തീർന്നു, യെല്ലോ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് കൃഷ്ണൻ്റെ പിക്ചറിലെ കണിക്കുന്നതിലാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇന്നലെ ഹോംവർക്കായിട്ട് ചെയ്തെങ്കിൽ നമുക്കിന്ന് അടുത്ത ബാക്കി ഇനി യെല്ലോ തീർന്നിട്ടില്ല കേട്ടോ. നമുക്ക് യെല്ലോ എന്ന് പറയുന്ന പലതരത്തിലുള്ള യെല്ലോ ഉണ്ട്. ഇപ്പം ഇതിനകത്ത് നമ്മൾ മ്യൂറലിൽ യൂസ് ചെയ്യുന്ന യെല്ലോ അല്ല, ലെമൺ യെല്ലോ എന്ന് പറയുന്ന ഒരിക്കലും നമ്മൾ മ്യൂറലിൽ യൂസ് ചെയ്യുന്ന യെല്ലോ അല്ല. പക്ഷെ നമുക്ക് കണിക്കുന്നതെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊന്ന് വേറിട്ട് കാണിക്കണം. ഓർണമെൻറ്റ്സും നമ്മൾ സാധാരണ ചുവർച്ചിത്രങ്ങളിൽ യെല്ലോ ഇങ്ങനെ ഭയങ്കര നിറഞ്ഞ് നിൽക്കും. അപ്പോൾ ഇതിലെ ഓർണമെൻറ്റ്സ് പിന്നെ എന്തുവാണ് കൃഷ്ണൻ്റെ മുണ്ട് എപ്പോഴും മഞ്ഞക്കൊടിയല്ലേ, അപ്പോൾ അതെല്ലാം യെല്ലോ ആണ്. അപ്പോൾ പിന്നെ കണിക്കുന്ന ഒരു മിനിറ്റ് കണിക്കുന്ന അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കണിക്കുന്ന അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ലെമണിലൂടെ ചേർത്ത് അത് ലൈറ്റൻ ചെയ്തത് കേട്ടോ. നമ്മൾ ഓർണമെൻറ്റ്സിൽ ഇനിയിപ്പോൾ യെല്ലോ ഫില്ല് ചെയ്യും, അതിന് കുറച്ച് ഡിഫറെൻ്റ് ആണ് കളർ കേട്ടോ. പറഞ്ഞു തരും. ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ചെയ്യുന്ന ഭാഗങ്ങൾ ഫുള്ളായിട്ട്. നമുക്ക് ഈ യെല്ലോ ഔട്ട്ലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡ്രോയിങ്സ് നോക്കുമ്പോൾ ക്ലിയർ ആയിരിക്കില്ല. ഞാനിത് കഴിഞ്ഞിട്ട് ഇന്നൊരു ഗ്രൂപ്പിൽ തന്നെ ഫോട്ടോസോടെ പോസ്റ്റ് ചെയ്യാവേ. ഇന്നലെ പിന്നെ നമുക്ക് കുറച്ച് പേര് നമ്മളിങ്ങനെ എൻക്വയറീസ് വന്നു, നമ്മളെയൊക്കെ അവരെയൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ അതിനകത്ത് പേയ്മെൻറ്റ് അടച്ചവരെ മാത്രം ആക്കിയതിന് ശേഷം ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ നമുക്ക് കെയർ ക്ലാസ്സുകൾ എനിക്ക് പറ്റുന്നതാണ്. ഞാൻ പിന്നീട് പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ ശ്രദ്ധിക്കത്തില്ല, ഞാനത് അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരുപാട് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ഒക്കെ ഇതിൽ കുറച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ തലയിൽ കുറച്ചുണ്ട്. ഈ തലമുടി ഒരു ബ്ലാക്കൊക്കെ വന്നിട്ട് അതിനകത്ത് നമുക്കൊരു യെല്ലോയൊക്കെ വരാൻ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. നമ്മൾ വിചാരിക്കാത്തൊരു ഭംഗിയാണ്. ബ്ലാക്കും യെല്ലോയൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര പുതുമയായിരിക്കും. നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊരു അഡ്വർടൈസ്മെൻ്റാണ്. ചെയ്യത്തില്ലേ എല്ലാവരും? ഞാനിങ്ങനെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കാം. ഒരു അല്ല ഇന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് ആ കോഴ്സ് ഇനി 5 ദിവസം ഉണ്ടല്ലോ, നാളെ കൂടെ ഒന്ന് ശ്രമിച്ച് നമ്മൾ വിഷുവിനെങ്കിലും നമുക്ക് എല്ലാവർക്കും ചെയ്തു തീർക്കാൻ പറ്റിയാലേ. ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ A3 ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ A4 ചെയ്താലും മതി കേട്ടോ. പിന്നീട് നമുക്ക് സമയം കിട്ടുന്നത് പോലെ, ഞാൻ പറഞ്ഞതേ, സമയം കിട്ടുന്നത് പോലെ നമുക്ക് കുറച്ചുകൂടെ വലുത് നമുക്കിപ്പോൾ ഒരെണ്ണം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാലേ. ഞാൻ പഠിപ്പിക്കാൻ A4 എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടുന്നത് കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ യെല്ലോ ഫില്ലിംഗ് ആണ് ചെയ്ത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് യെല്ലോയുടെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രോമല്ലോ ഉപയോഗിച്ചുള്ള ഔട്ട്ലൈനും. സെക്കൻഡ് സ്റ്റെപ്പ് 2 ഡ്രോപ്പ് ലെമണല്ലോ, 1 ഡ്രോപ്പ് ക്രോമല്ലോ, 3 ഡ്രോപ്പ് കളറിന് 6 ഡ്രോപ്പ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഫില്ല് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ സ്റ്റെപ്സാണ്. ഇനി നമ്മളിതിൻ്റെ ഓർണമെൻറ്റ്സിൽ സെക്കൻഡ് യെല്ലോ, അതും യെല്ലോ ആണെന്നേ ഉള്ളൂ. കോമ്പിനേഷൻ സെയിം ആണ്. എത്ര കളർ ഉപയോഗിക്കുന്നു അതിൻ്റെ ഇരട്ടി അളവിലാണ് വാട്ടർ. നമ്മൾ ഉപയോഗിക്കുന്ന കളർ യെല്ലോ ആണ് കേട്ടോ. യെല്ലോ ക്രോം യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കാൻ യൂസ് ചെയ്ത ക്രോം യെല്ലോ ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കളറ്.
കേട്ടോ. ക്രോമല്ലോ കളേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന നിലയിലാണ് നമ്മൾ ക്രോമല്ലോ യൂസ് ചെയ്യുന്നത്. ക്രോമല്ലോ കുറച്ചുകൂടെ ബ്രൈറ്റൻ കളറാണ്, ഒരു ഓറഞ്ച് കൂടെ കലർന്നൊരു കളറാണ് ക്രോമല്ലോയ്ക്ക് വരുന്നത്. ഇത് ഭയങ്കര പ്യുവറായിട്ടുള്ള ഒരു ലെമൺ യെല്ലോയുടെ കളറാണ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ബ്രൈറ്റനായിട്ടുള്ള കളറാണ് കേട്ടോ. അപ്പം നമ്മൾ രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോമല്ലോ ആണ് കേട്ടോ. കുറച്ച് ക്രോമല്ലോയാണ്. ലെമൺ യെല്ലോ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ വ്യത്യാസം അറിയാൻ പറ്റും. 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വേണ്ടി വലിയ ബ്രഷ്, നമ്മൾ 5-നൊക്കെ വെച്ചിട്ടുള്ള ബ്രഷ് അല്ലെങ്കിൽ ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച് നല്ലതായിട്ട് അത് മിക്സ് ചെയ്യണം വെള്ളമായിട്ട്. നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് വലിയ കട്ടകൾ കളറിൻ്റെ ഈ ഫാബ്രിക് കളേഴ്സ് എന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് ഇതുപോലത്തെ ബൗളുകളിൽ മിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പെട്ടെന്ന് കാറ്റ് കൊണ്ട് ഇതിന് ഫെവിക്കോളോട് നല്ലതുപോലെ ആഡഡ് ആണ്. അപ്പം പെട്ടെന്നൊരു പാട പോലെ വരികയും കളർ തിക്കാവാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഒരു മിനിറ്റ്. ഓക്കെ, കളർ തിക്കാവാനും സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കളർ നല്ലപോലെ വെള്ളം ചേർത്ത്, അതായത് 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന അളവിൽ കേട്ടോ. 2 ഡ്രോപ്പ് കളറാണെങ്കിൽ 4 ഡ്രോപ്പ് വാട്ടർ എന്ന അളവിലാണ് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഓർണമെൻറ്റ്സ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ കളർ ചെയ്യാണ് കേട്ടോ, ഫില്ലിങ് ചെയ്യാണ് ചെയ്യുന്നത്. ഗീതാ മാമാണ് ഇപ്പം കയറിയത്. പിന്നെ വേറെ ആരാ ജോയിൻ ചെയ്തത്? സോറി മാം, കുഴപ്പമില്ല, ഞാൻ റെക്കോർഡ് ചെയ്യണം. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ കൃഷ്ണൻ്റെ പിക്ചറാണ് ചെയ്യുന്നത്. അത് കാണിക്കുന്ന മാത്രം ഒന്ന് കളർ ഫില്ല് ചെയ്തു കേട്ടോ. അത് നമ്മൾ ഇന്നലെ ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെയാണ്. ലെമണല്ലോയും ക്രോമല്ലോയും കൂടെ മിക്സ് ചെയ്ത കോമ്പിനേഷൻ കേട്ടോ. ഇത് രണ്ടാമത്തെ കളറിൻ്റെ മിക്സിങ്ങാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ക്രോമല്ലോ മാത്രം എടുത്തിരിക്കുകയാണ് കേട്ടോ. ക്രോമല്ലോ മാത്രം എടുത്തിട്ട് ഓർണമെൻറ്റ്സിന് 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന അളവിൽ കേട്ടോ. വാട്ടർ സെയിം തന്നെയാണ്, കളർ ഒറ്റ സിംഗിൾ കളർ യൂസ് ചെയ്ത്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് എവിടെയൊക്കെ ഓർണമെൻറ്റ്സ് ഉണ്ടോ ആ ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ ക്യാമറയിലൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കളറിൻ്റെ ഡിഫറൻസ്. മറ്റേത് കുറച്ച് ഓറഞ്ച് കളർന്നൊരു യെല്ലോ ആണ് ക്രോമല്ലോ എന്ന് പറയുമ്പോൾ, മറ്റേത് കുറച്ചുകൂടെ ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ്. ആ ഓർണമെൻറ്റ്സിൻ്റെ ഓരോ പാർട്ടുകളിലും കേട്ടോ, ചെറിയൊരു പാർട്ടുകളിൽ ഞാൻ ഫോട്ടോസ് ഇടാം. അപ്പം നിങ്ങൾക്ക് ഈ ക്യാമറയിലൂടെ ചിലപ്പോൾ ക്ലിയറായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് സൂം ചെയ്ത് നോക്കി വേണം കളറിങ് ചെയ്യാനായിട്ട് കേട്ടോ. കുറച്ച് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഇതിലൊരു മോതിരം വരയ്ക്കാൻ വിട്ടുപോയി. ഞാൻ ഇതിനകത്തൊരു മോതിരം വരയ്ക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പം ഞാനതൊന്ന് വരച്ചു കൊടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുകയാണ് കേട്ടോ. മ്യൂറലിൽ കുറച്ചുകൂടെ ഓർണമെൻറ്റ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഞാനത് ഓർണമെൻറ്റ്സിന് എടുത്ത ക്രോമല്ലോ നമ്മൾ ഇന്നലെ ഔട്ട്ലൈൻ വരയ്ക്കാൻ യൂസ് ചെയ്തില്ലേ ആ കളറ് 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന അളവിൽ കേട്ടോ. നമ്മൾ കളറിൽ കുറച്ച് വാട്ടർ ചേർത്തിട്ടുള്ളതുകൊണ്ട് എപ്പോഴും ഒന്ന് ഡ്രൈ ആക്കി വേണം വാട്ടർ യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ കമ്പൾസറി ആയിട്ട് ഉണ്ടാവണം. പ്രത്യേകിച്ച് ഈ സെറ്റ് ക്ലോത്ത് എന്നൊക്കെ പറയണത് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയി. അത് ഞാൻ ഡ്രൈ ആക്കാത്തത് കൊണ്ടാണ്. എന്നാലും സ്പ്രെഡ് ആകുന്നില്ല, നമുക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. ഈ ഔട്ട്ലൈൻ നല്ലതുപോലെ ഉണങ്ങിയില്ലെങ്കിൽ സ്പ്രെഡാകും. ഞാനിപ്പോൾ ഔട്ട്ലൈൻ വരച്ചതേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഔട്ട്ലൈൻ ഉണങ്ങിയിട്ടില്ല. ഉണങ്ങാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഫില്ല് ചെയ്യുന്ന കളറിൽ നല്ലപോലെ വെള്ളം ആഡഡാണ്, അതുകൊണ്ട് തന്നെ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഔട്ട്ലൈൻ വരച്ച് ഔട്ട്ലൈൻ നല്ലതുപോലെ ഉണങ്ങിയിട്ട് മിനിമം ഒരു 3 hours കഴിഞ്ഞിട്ട് നമ്മളതിനകത്ത് ഫില്ലിങ്ങിലോട്ട് പോവാവൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ട് അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് നല്ല ബാലൻസ് ചെയ്ത് ചെയ്യുന്നവരായിരിക്കും കേട്ടോ.
പിക്ചറിൽ ചിലപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തില്ല, കാരണം യെല്ലോയുടെ പുറത്താണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഓർണമെൻറ്റ്സ് നമ്മുടെ ഈ പ്രിൻ്റ് പിക്ചറില്ലേ, ആ പിക്ചറിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ മനസ്സിലാവും. ഇത് പക്ഷേ ഞാൻ ഇങ്ക് വെച്ച് വരച്ചതാണ്. ഇതിനകത്ത് കാണിക്കാമെന്ന് വെച്ചാൽ മറ്റേ പിക്ചറിൽ കാണിക്കാം കേട്ടോ. ഇങ്ക് വെച്ച് വരച്ചാൽ ചിലപ്പോൾ കളർ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. ഫോട്ടോ കോപ്പിയിൽ കാണിച്ചു തരാം എവിടെയൊക്കെയാണ് ചെയ്തുള്ളതെന്ന് കേട്ടോ. ഇതിനകത്ത് ക്ലോത്തിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പം ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. എല്ലാ ഓർണമെൻറ്റ്സിലും ചെയ്തിട്ടുണ്ട്. ചില റിങ്ങുകളുടെ ഇടയ്ക്ക് നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ചെറിയ വൈറ്റ് വിടും കേട്ടോ. നമുക്ക് സ്ഥലം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൈകൊണ്ട് മറിയുന്നുണ്ട് അല്ലേ. ഇത് നമ്മൾ ക്രോമല്ലോ കളേഴ്സ് നമുക്ക് പല കമ്പനികൾ, നമ്മളിപ്പോൾ ക്യാമലിൻ്റെ മേടിക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഓറഞ്ച് കളർ പോലെയാണ് വരുന്നത് കേട്ടോ. ആ ഓറഞ്ച് വെച്ച് മ്യൂറലിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റും. ചില കളേഴ്സുകൾ നമ്മൾ നല്ല ബ്രൈറ്റ് കളേഴ്സാണ് ക്രോമല്ലോ യൂസ് ചെയ്യുന്നത്. നമ്മൾ പഴയ കാല ചിത്രങ്ങൾ ഇപ്പോൾ ക്യാൻവാസിലൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ യെല്ലോ ഓക്കറായിരുന്നു യൂസ് ചെയ്തിരുന്നത്. കളർ ഭയങ്കര ഡള്ളായിട്ടുള്ള ഒരു കളറാണ്. പക്ഷേ ഇപ്പം നമ്മൾ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ യെല്ലോ ഭയങ്കര കളർഫുള്ളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലെമൺ യെല്ലോയൊക്കെ കൂടെ നമ്മൾ ഈ കളറിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ബ്രൈറ്റനാക്കാനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും എന്താണ് ഭയങ്കര ലൈറ്റായിട്ട് കളേഴ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിക്ചറിൽ എവിടെയെങ്കിലും കളറില്ലാന്ന് തോന്നുകയാണെങ്കിലും ഈ ഒരു ഫോട്ടോ നോക്കട്ടെ. അതായത് ഞാനിപ്പോൾ മോതിരമൊക്കെ വരച്ചില്ല, അങ്ങനെ എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്തോളേ. അടുത്തത് നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു 2 ലേഡീസ് ചേർന്നുള്ള ഡാൻസിങ് ഫിഗറാണ് ക്യാൻവാസ് മ്യൂറൽ സ്റ്റാർട്ട് ചെയ്യണത്. നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് കരുതിയത്. ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ വരുന്നതിൻ്റെ അടുത്ത മൺഡേ തുടങ്ങുന്നതൊക്കെ വിധത്തിൽ ക്യാൻവാസ് മ്യൂറൽ കേട്ടോ. ഡാൻസിങ് ഫിഗറാണ് നമ്മൾ കൊടുക്കുന്നത്. 2 ലേഡീസിൻ്റെ ഡാൻസിങ് ഫിഗറാണ് കേട്ടോ. നല്ല രസമുള്ളൊരു പൊസിഷനിൽ ചെയ്യുന്ന ഡാൻസിങ് ഫിഗറാണ് ക്യാൻവാസ് മ്യൂറലായിട്ട് നമ്മൾ ചെയ്യുന്നത്. ക്ലോത്തിനേക്കാളും ക്യാൻവാസിൽ ചെയ്യുക, അതിനാണ് കൂടുതൽ സെയിൽസ് ആകുന്നത്. ക്ലോത്തിനും ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്സൊക്കെ നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. യെല്ലോ ഞാൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതേ സ്റ്റെപ്സിൽ ചെയ്യാം. സാരീസിൽ നമുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ഫിഗർ മാത്രം നമ്മൾ ആദ്യം ക്യാൻവാസിൽ ഒന്ന് ചെയ്ത് പഠിച്ചിട്ട് പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റെപ്സ് അറിയാമല്ലോ, അത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ക്യാൻവാസിൽ നല്ല രസമാണ്. നമുക്ക് പെട്ടെന്ന് സെയിൽസ് സാധ്യതയുള്ള, എപ്പോഴും നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുമ്പം
ഭയങ്കര സാധ്യതയാണ് കേട്ടോ. നമുക്കത് വിറ്റ് പോകാനോ അല്ലെങ്കിൽ നമുക്കതൊരു ഡിമാൻഡായിട്ടൊക്കെ ചെയ്യാനും. പിന്നെ നമുക്ക് ആരുടെ വീട്ടിലും ഈ ഡാൻസിങ് ഫിഗേഴ്സ് എന്നൊക്കെ പറയുന്നത് ഏത് കാസ്റ്റിലുള്ള ഏത് റിലീജിയസ് ആയിട്ടുള്ളവരുടെ വീട്ടിലും പിന്നെ ഏത് റെസ്റ്റോറൻ്റ് ആയാലും ഏത് വെഡ്ഡിങ് ഫംഗ്ഷൻ ആയാലും നമുക്ക് എല്ലാവരും ചെയ്യുന്നതാണ്. അതൊരു മ്യൂറൽ ശൈലിയിൽ കിട്ടുമ്പോൾ അത് കുറച്ചുകൂടെ ഇതായതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫിഗർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഏകദേശം ഓർണമെൻറ്റ്സ് ഒക്കെ ഒരുവിധം എല്ലായിടവും ഒന്ന് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. നോക്കട്ടെ, അവിടെ ബ്രഷ് സൈസ് ഏതാണ്? ബ്രഷ് 0 അല്ലെങ്കിൽ 1 എടുക്കാം കേട്ടോ. നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. എത്ര വലിയ ഏരിയ ആയാലും നമ്മൾ 3 or 5 ഒന്നും എടുക്കത്തില്ല. അതിൽ നമ്മൾ ബ്രഷ് വയ്ക്കുമ്പോൾ അവിടെ കളർ ഡാർക്ക് ആവുകയും നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നിടത്ത് കളർ ലൈറ്റായി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യുന്നത് ചെറിയ അളവിലാണ് കേട്ടോ. ചെറിയ ബ്രഷ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. മാം, രാജശ്രീക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പം ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചു. രാജശ്രീ മാം ആണെന്ന് തോന്നുന്നു. രാജശ്രീ മാം ആണോ ഇപ്പം ജോയിൻ ചെയ്തത്? ആണ്. പക്ഷെ എനിക്കിപ്പോഴേ നോട്ടിഫിക്കേഷൻ വന്നത് കേട്ടോ. എന്നോട് ഞാൻ നേരിട്ട് നോക്കി മെസ്സേജ് കണ്ടു, അതാണ്. ഓക്കെ. അല്ല എനിക്ക് ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ വരും, പക്ഷെ എനിക്കത് വന്നില്ല മാമിൻ്റെത്. ഇപ്പോഴാണ് വന്നത്. ഓക്കെ, നമ്മളിപ്പം ഇതിനകത്ത് ഇപ്പം ലാസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. സ്വർണ്ണലത മാം ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പുതിയ ആൾക്കാരാണ്, അപ്പോൾ അവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ഈ രണ്ട് യെല്ലോയും തമ്മിൽ ഡിഫറൻസ് മനസ്സിലാകുമായിരിക്കും. നമ്മളിപ്പോൾ രണ്ടും യെല്ലോ ഫില്ലിങ് സ്റ്റെപ്സാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് യെല്ലോയുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മളിത്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ക്രോമെല്ലോ കൊണ്ട് ഔട്ട്ലൈൻ വരച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യെല്ലോ ഫില്ലിംഗ് ആണ്. എപ്പോഴും ഫില്ലിങ്ങിന് യൂസ് ചെയ്യുന്നത് എത്ര കളർ എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി അളവിൽ വാട്ടറാണ് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ കണിക്കുന്ന പൂല് 2 ഡ്രോപ്പ് ലെമണല്ലയും 1 ഡ്രോപ്പ് ക്രോമെല്ലോയും കൂടെയാണ് മിക്സ് ചെയ്തത്. ഓർണമെൻറ്റ്സ് ക്രോമെല്ലോ മാത്രമായിട്ടാണ് മിക്സ് ചെയ്തത് കേട്ടോ. അപ്പം വെള്ളത്തിൻ്റെ അളവ് എത്ര കളേഴ്സ് എടുത്തോ നമ്മൾ 2 ഡ്രോപ്പ് ആണെങ്കിൽ 4 ഡ്രോപ്പ് വാട്ടർ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഭാഗങ്ങളിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കൃഷ്ണൻ്റെ ഡ്രസ്സാണ്. ഡ്രസ്സിന് നമ്മൾ ക്രോമെല്ലോ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. കൃഷ്ണൻ്റെ ഡ്രസ്സിനും ക്രോമെല്ലോ തന്നെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇവിടെ ഒരു ഡിസൈനൊക്കെ ഉണ്ട്. ക്രോമെല്ലോ തന്നെയാണ്. കണിക്കുന്ന മാത്രമേ നമ്മൾ ലെമണല്ലോടെ ആഡ് ചെയ്തുള്ളൂ കേട്ടോ. എൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം ഞാനിപ്പോൾ ഔട്ട്ലൈൻ വരച്ചതേ ഉള്ളൂ. നമ്മളത് ശ്രദ്ധിക്കുക. ഔട്ട്ലൈൻ വരച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം എപ്പോഴും ഫില്ലിംഗ് ഒക്കെ കൊടുക്കാൻ. അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്ലൈനിൻ്റെ ഈ ഫാബ്രിക് കളേഴ്സിൻ്റെ പ്രത്യേകത ഞാനത് നല്ലപോലെ ഫെവിക്കോളുണ്ട്. അത് ക്ലോത്തിനൊരു ബോർഡർ ഔട്ട്ലൈൻ പോലെ നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യും, വെള്ളം ചേർക്കുന്ന കളർ പുറത്തോട്ട് പോകാതെ. അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞാലേ അത് തുണിയായിട്ട് സെറ്റ് ആവത്തുള്ളൂ. ഫെവിക്കോളൊക്കെ ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കത്തില്ലേ. അപ്പോൾ അത് ഉണങ്ങുന്ന വരെയുള്ള സമയത്ത് നമ്മൾ അതിന് മുമ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം ചേർക്കുന്നതുകൊണ്ട് നല്ലപോലെ സ്പ്രെഡാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ പുറത്തൊരു കളർ വയ്ക്കാനോ അല്ലെങ്കിൽ ഫില്ല് ചെയ്യാനോ ഒക്കെ പാടുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് നിങ്ങൾ ചെയ്യുന്ന ഇതുണ്ട്. മ്യൂറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക കേട്ടോ. ഫില്ല് ചെയ്യുന്നത് നമ്മളൊരു സ്റ്റെപ്പ് ചെയ്ത് ഉണങ്ങി മിനിമം ഒരു 2 hours 3 hours കഴിഞ്ഞാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് ഇതിലെ ഷെയ്ഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് ക്ലാസ് ടൈമിൽ അങ്ങനെ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല കേട്ടോ.
പോയില്ലേ ബി? അങ്ങനെ ഓക്കെ, ഏകദേശം ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈപ്പീലിയുടെ മൂന്നാമത്തെ തട്ട്, അതായത് 2 തട്ടുകൾ കഴിഞ്ഞിട്ട് ഞാനിന്ന് സൂം ചെയ്ത് പിക്ചറിൽ കാണിച്ചു തരാവേ, ഫോട്ടോ കോപ്പിയിൽ കാണിച്ചു തരാം എവിടെയായിരുന്നു ചെയ്തത്. ഈ ക്രോമെല്ലാം തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. കുറേയൊക്കെ കാണാൻ പറ്റുന്നില്ലേ? നമുക്ക് ഈ യെല്ലോ ഔട്ട്ലൈനിങ് ആയതുകൊണ്ട് വൈറ്റ് ക്ലോത്തിലും കൂടെ ചെയ്തിരിക്കുന്നുണ്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് മുതൽ അത് ക്ലിയറായിട്ട് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരു സാരിയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഉണങ്ങാതെ അടുത്ത ഭാഗം നമുക്ക് അടുത്തൊരു പിക്ചർ കാണിക്കാൻ പറ്റില്ല. ഒന്നിൽ തന്നെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓരോന്നും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷമാണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് അടുത്ത കളർ ചെയ്യേണ്ടത്. നമ്മളിത് സെക്കൻഡ് സ്റ്റെപ്പ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്നാലും ഏകദേശം ഭാഗങ്ങളിൽ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. മാം കൃഷ്ണന് ക്രോമെല്ലോ വെച്ച് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ മാം? കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യെല്ലോയുടെ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോകുന്നു. നമ്മൾ സാധാരണ ഒരു ഔട്ട്ലൈനിങ് കഴിഞ്ഞിട്ടാണ് ഷെയ്ഡിങ് ചെയ്യാറുള്ള സാരീസിലൊക്കെ. പക്ഷെ നമ്മൾ ചെയ്യുന്ന തിരിച്ചാണ്. കുറച്ചുകൂടെ ഷെയ്ഡിങ് പലരുടെയും സാരിയുടെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ശരിയാവാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഷെയ്ഡിങ് കൊടുത്തിട്ടാണ് ഔട്ട്ലൈനിങ് സ്റ്റെപ്പിലോട്ട് പോകുന്നത്. സാധാരണ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണ്ടും മ്യൂറൽ റെഡ് ഔട്ട്ലൈനിങ് ആണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇതിനകത്ത് പോകുന്നത് ഷെയ്ഡിങ് ആണ്, ഓറഞ്ച് ഷെയ്ഡിങ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഡയറക്റ്റ് ഓറഞ്ച് മേടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്ത് ഓറഞ്ച് കളർ എടുക്കാൻ കേട്ടോ. കണിക്കുന്ന പൂ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ മറ്റ് ഓർണമെൻറ്റ്സ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. ഓറഞ്ച് കളർ ഔട്ട്ലൈനിങ് ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓറഞ്ച് ആർക്കും കിട്ടാതെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ക്രോമെല്ലോയുടെ കൂടെ സ്കാർലറ്റ് റെഡോ, അതായത് ഒരു 3 ഡ്രോപ്പ് യെല്ലോ ചേർക്കുമ്പോൾ 1 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓറഞ്ച് കളർ കിട്ടും കേട്ടോ. ഇത് ഷെയ്ഡിങ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്താണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു, എപ്പോഴും നമ്മൾ ചെയ്യുമ്പം നമ്മൾ അടിയിൽ ചെയ്തിരുന്ന കളർ ഉണങ്ങിയതിന് ശേഷം, ഇപ്പോൾ ഈ ഒരു കളറ് മിനിമം ഉണങ്ങി നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യാവൂ. ഞാനിപ്പോൾ ക്ലാസ്സിലായതുകൊണ്ട്
ചെയ്ത് കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇന്നത്തെ അടുത്ത കളർ ചെയ്യാനുള്ള സമയം കിട്ടാൻ സാധ്യത കുറച്ചേ ചെയ്ത് കാണിക്കുന്നുള്ളൂ. കാരണം ഇത് സ്പ്രെഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാക്കിയൊന്ന് കംപ്ലീറ്റ് ചെയ്തിടാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. കാരണം ഇത് നമ്മളെപ്പോഴും നല്ലപോലെ ഉണങ്ങിയിട്ടേ നിങ്ങൾ ചെയ്യാവൂ. അതുകൊണ്ട് ഞാൻ സ്ട്രെസ് ആയതുകൊണ്ടാണ് വീണ്ടും ഇത് നിങ്ങളെ ഓർമ്മപ്പെടുത്തി പറയുന്നത്. ഡ്രസ്സിൽ ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർ ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഒരു സ്റ്റെപ്പ് ചെയ്ത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം വേണം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട് കേട്ടോ. അളവ് പറയാം. 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടറാണ് കേട്ടോ. നമ്മൾ അതായത് മറ്റേ ഫില്ലിങ്ങിന് യൂസ് ചെയ്ത കളറാണ്. അല്ല, നമുക്ക് കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഈ ഭാഗങ്ങളിൽ ചെയ്യുമ്പോൾ നമ്മളൊരു 3 ഡ്രോപ്പ് വാട്ടർ വരെ 1 ഡ്രോപ്പ് കളറിന് യൂസ് ചെയ്യും. ചെറിയ ഭാഗങ്ങൾക്ക് നമ്മൾ 1 ഡ്രോപ്പിന് 2 ഡ്രോപ്പ് എന്ന ലെവലിലാണ് ഓറഞ്ച് എടുക്കുന്നത്. ലൈറ്റ് ഓറഞ്ച് ആണെങ്കിൽ നമുക്ക് അങ്ങനെ എടുത്താൽ മതി. കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു വെർമില്യൻ ഓറഞ്ചൊക്കെ ആണെങ്കിൽ 3 ഡ്രോപ്പ് വരെ വാട്ടർ ചേർക്കണം. അതായത് ഓറഞ്ചിൻ്റെ ബ്രൈറ്റ്നെസ് കൂടണം. അല്ലെങ്കിൽ കുറച്ച് യെല്ലോ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഓറഞ്ച് നല്ല ലൈറ്റാണ്. ഇപ്പോൾ നല്ല ലൈറ്റായിട്ടുള്ള ഓറഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് 1 ഡ്രോപ്പിന് 2 ഡ്രോപ്പ് വാട്ടർ എന്നുള്ള ലെവലിൽ മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 3 ഡ്രോപ്പായാലും നല്ലപോലെ. ഞാൻ വെള്ളം കുറച്ചിപ്പോൾ യൂസ് ചെയ്യുന്നതിന് മെയിൻ കാരണം ഇത് ചിലപ്പോൾ സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. നമുക്കിതിനകത്ത് ഒരു 00 അല്ലെങ്കിൽ 0യുടെ ബ്രഷൊക്കെ യൂസ് ചെയ്ത് നമുക്കിത് ഷെയ്ഡിങ് കൊടുക്കാം. ഷെയ്ഡിങ് ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് കേട്ടോ. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷെയ്ഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഷെയ്ഡിങ് എന്ന് പറയുന്നത് ഇപ്പം കളർ നല്ലപോലെ വെള്ളം ചേർന്ന കളറാണ്. ജസ്റ്റ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഒരു മോതിരം വരച്ചിട്ടുണ്ട് കേട്ടോ. ആ മോതിരത്തിൻ്റെ ഒരു ഔട്ടറാണ് ഉണ്ട്. സ്പ്രെഡിങ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഉണ്ടായാലും പറ്റത്തില്ല. കുറച്ചൊന്ന് ഉണങ്ങിയിട്ട് ചെയ്ത് കാണിക്കാവേ. നമ്മൾ ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് സ്പ്രെഡായി യെല്ലോ ഫുള്ള് കവർ ചെയ്യാൻ സാധ്യതയുണ്ട്. കുറച്ചൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ വലിയ ഭാഗങ്ങളിൽ കുഴപ്പമില്ല. തീരെ ചെറിയ ഭാഗമായതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഏകദേശം ആ ഒരു ഔട്ട്ലൈനിങ് ആണ് കൊടുക്കുന്നത്. പക്ഷെ കുറച്ച് വീതിക്കാണ്, വളരെ തിന്നായിട്ടല്ല, കുറച്ച് വീതി. അതായത് നമ്മളെപ്പോഴും ചുവർ ചിത്രങ്ങൾ കാണുമ്പം യെല്ലോ അല്ല കൂടുതൽ കാണുന്നത്. പ്രൊജക്റ്റ് ചെയ്യുന്ന കളർ ഓറഞ്ചാണ്. അപ്പം നമുക്ക് അതിനകത്ത് നമ്മളിപ്പോൾ ഒരു കളറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാവേ. ഈ ഒരു പിക്ചറിൽ നമ്മൾ ഫുള്ള് യെല്ലോ ഫില്ല് ചെയ്ത് പേപ്പർ ആകുമ്പോൾ എളുപ്പം ഉണങ്ങും. അതുകൊണ്ടൊരു ഭാഗം ഞാൻ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ് എണ്ണയാണ്, കുറച്ച് ഓറഞ്ച് തിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ക്രോമെല്ലാം എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ കണിക്കൊന്നിട്ട് മിക്സ് ചെയ്ത കളറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ നോക്കണ്ട, നമ്മളിവിടെ സാധാരണ ക്രോമല്ലാണ്. അപ്പോൾ ഇതിനകത്ത് പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. നമുക്ക് യെല്ലോ അല്ല കൂടുതൽ കാണേണ്ട കളറ്, കൂടുതൽ ഒരേപോലെയാണ് കേട്ടോ. റെഡ് എത്രയുണ്ടോ അത്രയും തന്നെ ഓറഞ്ച് ഉണ്ടാവണം, ഓറഞ്ച് എത്രയുണ്ടോ അത്രയും തന്നെ യെല്ലോ ഉണ്ടാവണം. 3 കളറിനും സെയിം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ഓർണമെൻറ്റ്സിലും. അപ്പോൾ ഈ യെല്ലോ നമുക്ക് കാണുന്നത് കണ്ട് ഇങ്ങനെ ഓറഞ്ച് ഏകദേശം കവർ ചെയ്ത് ഉണ്ടോ. ഈ ഒരു ഭാഗം ഓറഞ്ച് എന്നാൽ യെല്ലോ ഉണ്ടോ? യെല്ലോ ഫുള്ളായിട്ട് കവറായിട്ടുണ്ടോ? ഇല്ല, യെല്ലോ കവറായിട്ടില്ല. എന്നാൽ ഓറഞ്ച് ഏകദേശം കവേർഡാണ് കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ ഓരോ പാർട്ടുകളിലും ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യെല്ലോ കാണുന്നുണ്ട്, എന്നാൽ ഓറഞ്ചും കാണുന്നുണ്ട്. ഇനി റെഡും നമുക്കിതിനകത്ത് വരും. മ്യൂറൽ റെഡ് എന്നാണ് പറയുന്നത്. അത് അടുത്ത കോമ്പിനേഷൻ 4ാമത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓർണമെൻറ്റ്സിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഔട്ട്ലൈനിങ് കൊടുക്കും കേട്ടോ. അതായത് ഓർണമെൻറ്റ്സിൻ്റെ അവിടെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ ഔട്ട്ലൈൻ. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളിങ്ങനെ ചെയ്യുമ്പം യെല്ലോ ഫില്ല് ചെയ്ത് ചെറിയ ഏരിയകളിലൊക്കെ നമ്മൾ ഓറഞ്ച് കൊടുക്കുമ്പം യെല്ലോ ഫില്ല് ചെയ്ത് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് യെല്ലോയും കാണണം. അപ്പോൾ ഒരു സൈഡ് ചെയ്താലും മതി, 2 സൈഡും ചെയ്താൽ ചിലപ്പം യെല്ലോ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് പോവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരു സൈഡിൽ ചെയ്താൽ മതി കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? 3ാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത്. 1 ഡ്രോപ്പ് ഓറഞ്ചിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന അളവിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് എന്ന് പറഞ്ഞാൽ 00 ആണ്.
നമുക്ക് ചെറിയ ഏരിയകളിൽ ചെയ്യുമ്പോൾ 00 പറ്റില്ലെങ്കിൽ 000 ആയാലും യൂസ് ചെയ്യാം കേട്ടോ. ആ, അത്യാവശ്യം നമ്മൾ കുറച്ച് വീതിക്കണം. വലിയ ഏരിയാസൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് വീതിക്കാണ് കളറിങ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ തീരെ ചെറിയ ഏരിയയിൽ നമ്മൾ യെല്ലോ കവേർഡ് ആയിട്ട് പോകണമെങ്കിൽ 1 സൈഡ് ചെയ്താൽ മതി. മാം ഇത് ചുരിദാറിൽ ചെയ്യുകയാണെങ്കിൽ കൃഷ്ണന്റെ പടം എവിടെയാണ് വരയ്ക്കേണ്ടത്? ചുരിദാറിൽ ചെയ്യണമെങ്കിൽ താഴെ വരയ്ക്കണം നമ്മളെ. അതായത് ഫ്രണ്ട് ടോപ്പിൻ്റെ താഴെ ബോട്ടം ഭാഗം വരുന്നില്ലേ, ടോപ്പിൻ്റെ ബോട്ടം ഭാഗം വരുന്ന ആ ഭാഗത്തോട്ട് വരയ്ക്കണം. പിന്നെ നമുക്ക് ചെറുതായിട്ടാണെങ്കിൽ നമുക്ക് ചെസ്റ്റ് പോർഷനിൽ നടുക്കായിട്ട് വരും, നെക്കിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഭാഗമല്ലേ, അവിടെ A4 സൈസിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കേർട്ടും ടോപ്പും ഒക്കെ ചെയ്യുന്നില്ലേ, പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ, അതിൽ ടോപ്പിൻ്റെ ഭാഗത്ത് ചെറിയ A4 സൈസിലൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പം ബ്ലൗസ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കത്തക്ക വിധത്തിൽ വരും. ചെറുതായിട്ട് തന്നെയല്ല, A4 എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഈ ഒരു സൈസൊക്കെ അല്ലേ വരത്തുള്ളൂ. ആ ഒരു സൈസിലൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഇത് ട്രേസിങ് തെളിയാത്തതുകൊണ്ട് അല്ലാതെ ബ്രഷ് കൊണ്ട് വരച്ചതാണ്. അപ്പം സമയം കിട്ടിയില്ല. നിഷ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിഷയുടെ മോളെ ഞാൻ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആദ്യ ആർട്സ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ആഡ് റൺ ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും നമ്മുടെ ആഡ് കാണുകയാണെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് കാണുമെങ്കിൽ നിങ്ങളുടെ ഒരു കമൻറ്റ് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്തോളണേ. ക്ലാസ്സിനെ കുറിച്ചുള്ള നമ്മളിപ്പോൾ എത്ര അഡ്വർടൈസ്മെൻറ്റ് ചെയ്താലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് കിട്ടുന്നത് സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് തന്നെയാണ്. ക്ലാസ്സസിൻ്റെ ശരിക്കും എൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഇപ്പോഴാണ് ആഡൊക്കെ ജസ്റ്റ് ഒരു ഫസ്റ്റ് ടൈമാണ്. മൗത്ത് പബ്ലിസിറ്റിയാണ് പൊതുവേ എൻ്റെ ക്ലാസ്സുകളിൽ എപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നമുക്കത് പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ഈ ആദ്യ ആർട്സിൻ്റെ ആഡ് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തോളേ. പറഞ്ഞ് കമൻറ്റ് ചെയ്യിപ്പിക്കുന്നൊരു പരിപാടിയാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ തേർഡ് സ്റ്റെപ്പ്?
ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഡിസൈനൊക്കെ നമ്മൾ ഇത് ഈ സ്റ്റെപ്പിലാണ് വരയ്ക്കുന്നത്. ഷെയ്ഡിലും റെഡ് ഔട്ട്ലൈനിങ്ങിലൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ നല്ലപോലെ യെല്ലോ ഔട്ട്ലൈൻ വരച്ചിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഫില്ലിങ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എല്ലാ വരകളും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഞാനിതിപ്പം വരച്ച ഉടനെ ഫില്ല് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അടിയിലത്തെ വരകൾ കാണാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്നത് എല്ലാത്തിനും കുറച്ചും കൂടി ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെയിം കളർ തന്നെ വീണ്ടും ഫില്ല് ചെയ്താൽ പോലും നമുക്ക് അടിയിലത്തെ ലൈൻസുകൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിൽ ഇപ്പം നമുക്ക് ഈ വലിയ ഭാഗങ്ങളിൽ കേട്ടോ നമുക്ക് അത്രയും നന്നായിട്ട് ഓറഞ്ച് കവർ ചെയ്തിട്ടില്ല എങ്കിൽ കുറച്ചൊന്ന് ബ്രഷ് വെള്ളത്തിൽ മുക്കി. ഇപ്പം ഈ ഒരു ഭാഗത്ത് ഈ ഡ്രസ്സിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ബെല്ല് കുറച്ച് വലുതാണ്, അപ്പം ബെല്ല് പോലുള്ള ഭാഗത്ത് കുറച്ചുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് ബ്രഷിലൊന്ന് വെള്ളം മുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് അവിടെ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും യെല്ലോയുടെ എത്ര അളവുണ്ടോ അത്രയും കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴോ? കുറച്ച് കാണും. ഓക്കെ. ഈ നമ്മളിത് ഇപ്പോൾ ഇതിനകത്ത് ഈ വരുന്ന ഭാഗങ്ങളിൽ ഔട്ട്ലൈനിങ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഫില്ല് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെള്ളത്തിൽ മുക്കിയോ അല്ലെങ്കിൽ കളറിൽ തന്നെ മുക്കി കുറച്ചുകൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓറഞ്ചാണ് നമുക്ക് കൂടുതലും, യെല്ലോ പോലെ തന്നെ നമുക്ക് കാണേണ്ട ഒരു ഭാഗമാണ് ഓറഞ്ച്. അല്ലെങ്കിൽ യെല്ലോയെക്കാളും കൂടുതൽ കാണേണ്ട ഓറഞ്ചാണ്. കാരണം അവിടെ റെഡൂടെ കയറുമ്പോൾ ഓറഞ്ച് വീണ്ടും ലൈറ്റായി പോവും, വളരെ ചെറിയൊരു ഏരിയ ആയി പോവും. അപ്പോൾ ഓറഞ്ച് നന്നായിട്ട് എടുത്ത് കാണിക്കണം. അതുകൊണ്ട് നമ്മൾ ചെറിയ ഏരിയയൊക്കെ ആണെങ്കിൽ ചെയ്യും. ഇപ്പോൾ ഡ്രസ്സിൽ ചെയ്ത ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഓറഞ്ച് ഔട്ട്ലൈൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ, ബ്രഷ് വെള്ളത്തിൽ മുക്കും. ഇതിപ്പോൾ ബ്രഷ് വെള്ളത്തിലാണ് മുക്കിയത്. അത് നല്ലപോലെ ഡ്രൈ ആക്കിയതിന് ശേഷം അത് വെച്ചൊന്ന് ലയിപ്പിക്കും കേട്ടോ. ഓറഞ്ച് വെച്ചല്ല, ജസ്റ്റ് ഓറഞ്ച് വേണമെങ്കിൽ ഒന്ന് മുക്കിയിട്ട് ഉണങ്ങിപ്പോവുകയാണെങ്കിൽ ഓറഞ്ചിലൊന്ന് ബ്രഷ് മുക്കിയതിന് ശേഷം ബ്രഷ് വെള്ളത്തിൽ മുക്കും, നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കും. അതിൻ്റെ ഔട്ടറിൽ ഇതിങ്ങനെ വന്ന് ലയിപ്പിക്കും. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഒന്ന് ലൈറ്റനായിട്ട് ഒരു ഓറഞ്ച് ലൈൻസുകൾ കാണിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ചെയ്യുന്ന ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ബ്രഷ് വെള്ളത്തിലാണ് മുക്കുന്നത് കേട്ടോ. വാട്ടറിൽ മുക്കിയിട്ടാണ് നമ്മളൊന്ന് ലൈറ്റാക്കി എടുക്കുന്നത്. നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ ഇത്രയും ഡാർക്ക് കാണാൻ പറ്റത്തില്ല. ഉണങ്ങി കഴിയുമ്പോൾ കളർ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ആവും കേട്ടോ. നമ്മൾ വാട്ടർ ഫസ്റ്റ് വയ്ക്കുമ്പോൾ ഭയങ്കര ബ്രൈറ്റായിട്ട് നമുക്ക് തോന്നിയാലും നമ്മൾ ഉണങ്ങുമ്പോൾ വീണ്ടും ഒരു ഡൾ കളറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ കളർ കണ്ട് പേടിക്കേണ്ടത് നമ്മൾ ഭയങ്കര ലൈറ്റാക്കിയൊക്കെ ഇടും. പക്ഷെ അത് ഉണങ്ങി കഴിയുമ്പോൾ ഈ ഓറഞ്ച് കളറൊക്കെ ഭയങ്കര ലൈറ്റായി പോകും.
ഈ ഫസ്റ്റ് ടൈം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ? പിക്ചർ ആദ്യം നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എനിക്കറിയാം. ഒത്തിരി കളേഴ്സ് ഉണ്ട്. എന്നാലും നമ്മൾ ഈ 3 കളേഴ്സാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസ് കൂടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ചെയ്യുന്ന സമയത്ത് പിന്നെ ജസ്റ്റ് ഒരു വോയിസ് നോട്ട് കൂടെ ഇടാം കേട്ടോ. വോയിസ് ആയിട്ട് ഈ കളർ മിക്സിങ്ങിൻ്റെ നോട്ട് ഞാൻ ലാസ്റ്റ് നോട്ട് പറയുന്നുണ്ട്, അതോടൊപ്പം ഒരു വോയിസ് നോട്ട് കൂടെ ക്ലാസ്സിൽ തരാം കേട്ടോ. അപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ തരാം, നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു പിക്ചറിൽ യെല്ലോയുടെ 3ാമത്തെ സ്റ്റെപ്പ് നമ്മൾ കണിക്കുന്ന നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. കണിക്കുന്ന ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് ചെയ്യാം. അപ്പം ഈ ഒരു സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. കണിക്കുന്നയുടെ അപ്പോൾ ഈ 3 സ്റ്റെപ്പ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഗ്രീനിൻ്റെ സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത് കേട്ടോ. മറ്റ് പിക്ചറുകൾ അടുത്ത ദിവസം നമ്മൾ അടുത്ത പിക്ചർ തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ഇതിലോട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ചെയ്യാനൊരു സമയം എടുക്കുമല്ലോ. ഇത് നമുക്ക് ഇതിന് 4ാമത്തെ സ്റ്റെപ്പുണ്ട്. പക്ഷേ ഇത് നമ്മളിപ്പോൾ ചെയ്ത ഉടനെ നമുക്ക് റെഡ് ഔട്ട്ലൈൻ കൊടുക്കാൻ പറ്റത്തില്ല. എങ്ങനെയായാലും റെഡാകും. അടുത്ത് നമുക്ക് റെഡ് ഔട്ട്ലൈനിങ്ങാണ് 4ാമത്തെ സ്റ്റെപ്പ് വരുന്നത്. 4ാമത്തെ സ്റ്റെപ്പ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇതിൻ്റെ 3 സ്റ്റെപ്പ് വരെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ അടുത്ത് ഗ്രീനിൻ്റെ ഫില്ലിങ് കൂടെ പഠിപ്പിച്ച് പോവുകയാണ് കേട്ടോ. ഗ്രീനിൻ്റെ ഫില്ലിങ് കൂടെ പഠിപ്പിച്ചത്. ഗ്രീന് നമ്മൾ ഓൾറെഡി എന്ത് മേടിച്ചില്ല, ഗ്രീൻ കളർ ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഗ്രീൻ എങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റും? നമുക്കൊരു 3 ഡ്രോപ്പ് ലെമൺ എല്ലോയുടെ കൂടെ ഒരു 1/2 ഡ്രോപ്പ്, നമുക്ക് വളരെ ലൈറ്റായിട്ടുള്ള ഗ്രീനാണ് വേണ്ടത്. 3 ഡ്രോപ്പ് ലെമൺ എല്ലോയുടെ കൂടെ ഒരു 1/2 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റ് ഗ്രീൻ കിട്ടും കേട്ടോ. ഒരു 3 ഡ്രോപ്പ് ലെമൺ എല്ലോയുടെ കൂടെ ഒരു 1/2 ഡ്രോപ്പ്, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീനും ഒരു സാബ് ഗ്രീനാണ് വേണ്ടത്. സാബ് ഗ്രീനാണ് നമ്മൾ ഈ കണിക്കൊന്ന ചെയ്യുന്നതിൻ്റെ അടിയിലായിട്ട് നമ്മളൊരു കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്കിലേ യെല്ലോ കളർ പൂവ് വൈറ്റ് കളർ ഡ്രസ്സിൽ അട്രാക്റ്റീവായിട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് യെല്ലോ നമ്മൾ സാധാരണ കണിക്കൊന്ന കാണുന്ന പോലെ വരച്ച് വിടുന്ന ഒരു ടെക്നിക്കല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. കണിക്കൊന്ന കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത വിധത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഗ്രീനൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് ഡള്ളായിട്ടുള്ള മ്യൂറിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് സാപ്പ് ഗ്രീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെറ്റീരിയൽ ലിസ്റ്റിൽ അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. ബേൺസിനോട് നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന ബ്ലൂവിലും യെല്ലോയിലും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേൺസിനോട് മിക്സ് ചെയ്താൽ സാപ്പ് ഗ്രീൻ സെയിം കളർ കിട്ടും. പക്ഷേ എന്നാലും നമ്മൾ ഓരോ പ്രാവശ്യം മിക്സ് ചെയ്യുമ്പോൾ കളറിൻ്റെ ടോണുകൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാപ്പ് ഗ്രീൻ എന്ന കളർ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് മേടിച്ചോളണേ. ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഗ്രീനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ലൈറ്റ് ഗ്രീന് ഒരു 3 ഡ്രോപ്പ് ലെമൺ എല്ലോയുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1/2 ഡ്രോപ്പ് അല്ല ഒരു ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനൊന്ന് മിക്സ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ കളറൊക്കെ ഉണങ്ങി പോകും, അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ മിക്സ് ചെയ്യാണ്. നമ്മൾ ആ റെഡ് ചെയ്ത വെള്ളമൊക്കെ ഒന്ന് മാറ്റിക്കൊള്ളാം. നമുക്ക് കണ്ട ഒരു 1/2 ഡ്രോപ്പ് ചെറിയൊരു ഡ്രോപ്പ് ബ്ലൂ ആണ് ഞാൻ എടുത്തത്. അപ്പം ഈ ലെമൺ എല്ലോയിലൂടെ നമ്മൾ മിക്സ് ചെയ്തപ്പം ശരിക്കൊരു ലൈറ്റ് ഗ്രീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളർ മിക്സിങ്ങിൽ ബ്ലൂവും യെല്ലോയാണ്. നമുക്ക് ബേൺസീന് അല്ല സാപ്പ് ഗ്രീൻ കളർ നമുക്ക് മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. പക്ഷേ അത് നമുക്ക് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു സെറ്റ് നമ്മളെപ്പോഴും വാങ്ങുമ്പോൾ ഇപ്പോൾ നമ്മൾ വലിയ ഏരിയയ്ക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരേപോലെ ഇരിക്കണമെന്നില്ല. ചിലയിടത്ത് ലൈറ്റായി പോവും, ചിലയിടത്ത് ഡാർക്കായി പോവും. ബ്ലൂ എടുക്കുന്ന അളവുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഫാബ്രിക് പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ ഒരേപോലെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെയ്യാണ്ട് ഇപ്പോൾ എല്ലാ കളേഴ്സും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ലൈറ്റ് ഗ്രീനാണ് മിക്സ് ചെയ്തത് കേട്ടോ. ലൈറ്റ് ഗ്രീൻ മിക്സ് ചെയ്തതാണ്.
എൻ്റെ കയ്യിൽ ലൈറ്റ് ഗ്രീൻ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് കളർ പറയാത്തത് കൊണ്ടാണ് വിട്ടുപോയി. ഇതിൽ നമുക്ക് ഇതിൽ ഇനി ഒരു ഔട്ട്ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഔട്ട്ലൈൻ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, യെല്ലോ വെച്ച് ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അളവ് അങ്ങനെയാണ്. അതായത് ഒരു ഡ്രോപ്പ് കളർ ഉപയോഗിക്കുമ്പോൾ 2 ഡ്രോപ്പ് വാട്ടർ യൂസ് ചെയ്യണം കേട്ടോ. ഫില്ലിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കൊടുക്കുന്നത്. ഔട്ട്ലൈനിങ് ഓൾറെഡി നമ്മൾ എന്ത് വെച്ച് ചെയ്തിട്ടുണ്ട്, യെല്ലോ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. ഫില്ലിംഗ് ആണ് കേട്ടോ. ഫില്ലിങ് നോട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മളിതിൽ കണിക്കൊന്നയുടെ ലീഫായിട്ടുള്ള ഭാഗങ്ങളിലാണ് ഫില്ലിങ്ങിന് പോകുന്നത് കേട്ടോ. ഗ്രീനിനും 4 സ്റ്റെപ്പുകളുണ്ട്, ബ്ലൂവിനും 4 സ്റ്റെപ്പുകളുണ്ട്. ഓരോ കളറിനും ചുവർച്ചിത്രങ്ങളിൽ ചെയ്യുന്നതിന് നമുക്ക് അതിനകത്ത് ചില കളേഴ്സ് പിങ്ക് അങ്ങനെയൊക്കെയുള്ള റെഡിൻ്റെ യൂസ് ഇങ്ങനെയൊക്കെ വരുന്നിടത്ത് മാത്രമാണ് 2 സ്റ്റെപ്പിൽ ഒതുക്കുന്നത്. ബാക്കി ഗ്രീന്, ബ്ലൂ, യെല്ലോ ഇതൊക്കെ നമ്മൾ 4 സ്റ്റെപ്സ് വെച്ചിട്ടാണ് കളറിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ യെല്ലോയുടെ 3 സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അത് അടുത്ത ദിവസം നല്ലപോലെ ഉണങ്ങിയാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്നങ്ങ് ചെയ്യാത്തത്. നിങ്ങൾ മറ്റേ കണിക്കൊന്നേലും നമുക്ക് ഇതുപോലെ ലീഫുണ്ട്, അവിടെ നിങ്ങൾ ഇതുപോലെ ലൈറ്റ് ഗ്രീൻ ഫില്ല് ചെയ്തിടണം കേട്ടോ. ഞാനതിൻ്റെ ഫില്ല് ചെയ്തിട്ട് ഫോട്ടോസ് ഇട്ടേക്കാം കേട്ടോ. ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് ഇട്ട് തരാം. മാം കളേഴ്സിന്റെ വോയിസ് ക്ലിപ്പ് കൂടെ ഇടുമോ മാം? ഇടാം. ഞാൻ ലാസ്റ്റ് നോട്ട് പറയാം മോളെ, എന്നിട്ട് ഞാൻ നോക്കാൻ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആകും കേട്ടോ. പിന്നെ രാവിലെ അതുകൊണ്ട് ഞാൻ ഇത് റെക്കോർഡും കൂടെ ഇടുന്നുണ്ടായിരിക്കും. ഇന്നിപ്പോൾ പെട്ടെന്ന് ഇടാം. റെക്കോർഡ് ഡൗൺലോഡായി വരാൻ ഒരു സമയമായിരിക്കും, അതാണ് ലേറ്റ് ആയത്. ആ സമയത്തൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ എല്ലാവരും നല്ലതാണ് കേട്ടോ, ഒരു നോട്ടായിട്ടേ. ഇതിൻ്റെ ഇടയ്ക്കൂടെ ചെയ്യണം. അത് ഞാനൊന്ന് ചെയ്തിടാൻ കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇടണേ. എനിക്ക് കുറച്ച് നീങ്ങിയാണ് എൻ്റെ കയ്യിൽ നിന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് ഞാനൊന്ന് ചെയ്തിട്ടേക്കാം കേട്ടോ. അത് നിങ്ങൾ നാളെ ക്ലാസ്സിന് മുമ്പ് എന്തായാലും ചെയ്തിടാം. അപ്പോൾ നിങ്ങൾ ചെയ്തതിന് ശേഷം ടീച്ചർ ഫോട്ടോ ഇട്ടാൽ മതി. ഫോട്ടോ ഇടാം. ഇപ്പം നമ്മൾ ചെയ്താലും എനിക്കത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. തലയിലുമൊക്കെ നമുക്ക് ലീഫുണ്ട്. ലീഫിന് കുറച്ചുകൂടെയൊക്കെ ഒന്ന് വരച്ച് ചേർക്കുന്നുണ്ട്. ഇടയ്ക്കുള്ള ഭാഗങ്ങളിൽ കൂടെ കുറച്ചുകൂടെ ഗ്രീൻ വരും, അത് ഞാൻ ഇടാം. പിന്നെ നമുക്കിതിൻ്റെ സ്റ്റോണുകൾ കേട്ടോ. കമ്മലിനകത്തൊരു സ്റ്റോണുണ്ട്, അവിടെ ലൈറ്റ് ഗ്രീനാണ് കേട്ടോ. ഫോട്ടോ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചും ചെയ്തിടാം കേട്ടോ. പിന്നെ ഇവിടെ തോൾ വളയിൽ അതിൻ്റെ ഇടയ്ക്കൊരു വൈറ്റ് ഏരിയ വിട്ടിട്ടുണ്ട്, അവിടെയും നമ്മൾ ഈ ഗ്രീനാണ് കേട്ടോ. ഇനി മൈപ്പീരിയുടെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ഗ്രീൻ വെച്ചൊന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ലൈറ്റ് ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്. ഒരു വൈറ്റ് വിട്ടിട്ടാണ് ചെയ്യുന്നത്. നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം കൃഷ്ണൻ്റെ നമുക്ക് നാളത്തെ ഒരു ക്ലാസ് ആകുമ്പോൾ ഫില്ല് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് എഴുത്തൊഴിച്ചുള്ള ഏകദേശം നമ്മൾ ഫില്ല് ചെയ്തെടുക്കും. കൃഷ്ണനൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കണിക്കൊന്നയിലും
മൈപ്പീലിയിലോട്ടും പോകാം കേട്ടോ. പിന്നെ ഇതിനകത്ത് ചെയ്യുന്ന മൈപ്പീലി തന്നെയാണ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം കളറിങ് അതിൽ വരുന്നുണ്ട്. എങ്കിൽ പോലും നമുക്കിത് ഈ ഒരു പിക്ചറൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് നോട്ട്സ് കൂടെ ഒന്ന് പറഞ്ഞ് ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഇനി എവിടെയെങ്കിലും ഗ്രീനുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ ഞാനൊന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് തരാം കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്ത യെല്ലോയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരിക്കൽ കൂടെ എഴുതിക്കൊള്ളൂ. നമ്മളിതിനകത്ത് വെള്ളമില്ലാതെ ക്രോം യെല്ലോയാണ് ഔട്ട്ലൈനായിട്ട് യൂസ് ചെയ്തത്. ഇപ്പം കഴിക്കുന്നത് യെല്ലോ ക്രോം യെല്ലോയാണ് ഔട്ട്ലൈനായിട്ട് യൂസ് ചെയ്തത്. ഔട്ട്ലൈൻ വരയ്ക്കാൻ നമ്മൾ ഉപയോഗിച്ച ബ്രഷ് 000 അത് ഇന്നലെ പറഞ്ഞതാണ്. കണിക്കൊന്നയ്ക്ക് നമ്മൾ യെല്ലോ ഫില്ലിങ് കൊടുത്തത് 2 ഡ്രോപ്പ് ലെമൺ യെല്ലോയുടെ കൂടെ 1 ഡ്രോപ്പ് ക്രോം യെല്ലോയും അങ്ങനെ 3 ഡ്രോപ്പ് കലർന്ന 6 ഡ്രോപ്പ് വാട്ടറും ചേർത്തുകൊണ്ട് ആണ് നമ്മൾ ഫില്ല് ചെയ്തത്. യൂസ് ചെയ്ത ബ്രഷ് 0 or 1 ആണ്. 1 or 0 ബ്രഷോ ഉപയോഗിച്ച് നമുക്ക് ഫില്ല് ചെയ്യാം കണിക്കൊന്നയ്ക്ക്. ഇന്ന് നമ്മൾ ചെയ്ത രണ്ടാമത്തെ യെല്ലോ ഫില്ലിംഗ് എന്ന് പറഞ്ഞ് എഴുതിയോളൂ. ഉപയോഗിച്ച കളർ ക്രോം യെല്ലോയാണ്. 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ക്രോം യെല്ലോ കേട്ടോ. 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഓർണമെൻറ്റ്സ്, ഡ്രസ്സ് ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്തു. 1 ഡ്രോപ്പ് ക്രോം യെല്ലോയ്ക്ക് 2 ഡ്രോപ്പ് വാട്ടർ ചേർത്തുകൊണ്ട് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ക്രോം യെല്ലോ കേട്ടോ. ക്രോം യെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ, പെർമനൻ്റ് യെല്ലോ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഓറഞ്ച് ഷെയ്ഡിങ് ആണ്. ഓറഞ്ച് ഷെയ്ഡിങ് ആണ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന കളർ ഓറഞ്ചാണ്. 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടറാണ്. 00 ബ്രഷാണ് നമ്മൾ ഔട്ട്ലൈനിങ്ങിനായിട്ട് യൂസ് ചെയ്തത് കേട്ടോ. ഓരോ യെല്ലോ ഫില്ല് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഔട്ടറായിട്ടാണ് നമ്മൾ ഈ ഓറഞ്ച് വെച്ച് വരയ്ക്കുന്നത്. 1 ഡ്രോപ്പ് ഓറഞ്ചിന് 2 ഡ്രോപ്പ് വാട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോ ക്രോം യെല്ലോ ചെയ്ത പാർട്ടുകളിലും അതിൻ്റെ ഔട്ട്ലൈനായിട്ടാണ് ഓറഞ്ച് യൂസ് ചെയ്തത്. ഉപയോഗിച്ച ബ്രഷ് 00 ആണ്. പിന്നെ ഡ്രസ്സ് അല്ലെങ്കിൽ വലിയ ഏരിയകളിൽ നമ്മൾ ഓറഞ്ച് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ബ്രഷ് വെള്ളത്തിൽ മുക്കി ഒന്ന് സ്മഡ്ജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രഷ് വെള്ളത്തിൽ മുക്കി ഡ്രൈ ആക്കിയിട്ട് അതിനൊന്ന് ലയിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് വീതിക്ക് ഓറഞ്ച് തോന്നാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓറഞ്ചിന് 3 സ്റ്റെപ്പും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ നാലാമത് ഗ്രീനിൻ്റെ പ്രോസസ്സാണ് ചെയ്തത്. ലൈറ്റ് ഗ്രീനാണ് ലീഫുകൾക്ക് കൊടുത്തത്. അപ്പോൾ ലൈറ്റ് ഗ്രീനിൻ്റെ മിക്സിംഗ് എന്ന് പറയുന്നത് 3 ഡ്രോപ്പ് ലെമൺ യെല്ലോയുടെ കൂടെ ഒരു 1/2 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ ആണ്. 3 ഡ്രോപ്പ് ലെമൺ യെല്ലോ, 1/2 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ. ലൈറ്റ് ഗ്രീനാണ് യൂസ് ചെയ്തത് കേട്ടോ. 3 ഡ്രോപ്പ് ലെമൺ യെല്ലോ, 1/2 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ ആണ്. ലൈറ്റ് ഗ്രീൻ ഉള്ളവർക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. അത് നമ്മൾ ലീഫിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് ഫില്ലിംഗ് ആണ് ചെയ്തത്. കാരണം നമ്മൾ ഫസ്റ്റ് ഔട്ടറിൽ ലെമണല്ലോ ക്രോമല്ലോ ഔട്ട്ലൈൻ ഉള്ളതുകൊണ്ട് കളർ പുറത്ത് പോകാതെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഫില്ലിംഗ് ആണ് നമ്മൾ അതിനകത്ത് ചെയ്തത് കേട്ടോ. അല്ലല്ല മോളെ, സാബ് ഗ്രീൻ നമുക്ക് ഇനി അടുത്ത് ചെയ്യാൻ വേണ്ടി വരും എന്നാണ് പറഞ്ഞത് കേട്ടോ. അടുത്ത സ്റ്റെപ്പിന് സാബ് ഗ്രീൻ വേണ്ടി വരും. ഇപ്പം നമ്മൾ ചെയ്ത ലൈറ്റ് ഗ്രീൻ കേട്ടോ. ടീച്ചർ ആ സാബ് ഗ്രീൻ കളറ് മെറ്റീരിയൽ ലിസ്റ്റിൽ ഇടാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് സാബ് ഗ്രീൻ എന്നൊരു കളറ് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്യാൻ പറഞ്ഞു തരണം. ഓക്കെ, ഞാനതിൻ്റെ ക്ലിയർ പിക്ചർ ഫോട്ടോസ് ഇട്ടേക്കാം. യൂട്യൂബ് ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. കഴിയുന്നത് കൂടെ എല്ലാവരും ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് ടീച്ചർ.